This problem number 7 എന്ന് എഴുതിയിരിക്കുന്നത് ആക്ച്വലി 8 ആണ്. സോ മാർക്ക് ഇറ്റ് ആസ് 8. നേരത്തെ 7 പ്രോബ്ലംസ് നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ദിസ് ഈസ് പ്രോബ്ലം നമ്പർ 8. എന്താണ് പ്രോബ്ലം? ഇത് നമ്പർ ഓഫ് ആർമേച്ചർ സ്ലോട്ട്സ് കൂടെ ചേർത്തുള്ളൊരു പ്രോബ്ലമാണ്. എ 250 kW 500 volt 600 rpm DC generator is built with an armature diameter of 0.75 meter and a core length of 0.3 meter. The lap connected armature has 720 conductors. Using the data obtained from this machine, obtain the armature diameter, core length, number of armature slots and armature conductors for a 350 kW 440 volts 70 rpm 6-pole DC generator. Assume square pole phase with ratio of pole arc to pole pitch equal to 0.66. The full load efficiency is 0.91 and the internal voltage drop is 4% of the റേറ്റഡ് വോൾട്ടേജ്. അപ്പോൾ ഇതേമാതിരിയുള്ള പ്രോബ്ലം നമ്മൾ ഇൻഡക്ഷൻ മോഡലും സിഗ്നസ് മെഷീനിൽ ചെയ്തിട്ടുണ്ട്. ഒരു മെഷീൻ്റെ ഡേറ്റ തരിക, ആ ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വേറെ റേറ്റിംഗ് ഉള്ള മെഷീൻ്റെ ഡേറ്റ ഡയമെൻഷൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിനകത്ത് തന്നിരിക്കുന്ന സംഗതികളൊക്കെ നമ്മൾ ആദ്യം കുറിക്കണം. ഇപ്പോൾ ഇവിടെ ഞാൻ കുറിച്ചിട്ടില്ല. അപ്പോൾ 250 kW ജനറേറ്ററിൻ്റെ കാര്യം നമ്മൾ ആദ്യം എഴുതുന്നു. അപ്പോൾ അവിടെ പവർ ഡെവലപ്ഡ് ബൈ ആർമേച്ചർ എങ്ങനെയാണ് നമ്മൾ കാണുക? ആ ജനറേറ്ററിൻ്റെ കാര്യത്തിൽ നമുക്ക് വി ഹാവ് ദ സിമ്പിൾ ഫോർമുല. ദ ആർമേച്ചർ പവർ ഡെവലപ്ഡ് PA ഈക്വൽ ടു P ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി. P ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി എന്നുള്ള ഫോർമുല നമ്മൾ ആദ്യം എഴുതിയിരുന്നു. അപ്പോൾ അത് വെച്ചാണ് ചെയ്തേക്കുന്നത്. ഇത് 250 kW ജനറേറ്റർ. അപ്പോൾ ഇതിൻ്റെ P എന്ന് പറയുന്ന ഔട്ട്പുട്ട് പവർ എന്ന് പറഞ്ഞാൽ 250 kW ആണ്. സോ P ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി ഇവിടെ തന്നിട്ടുണ്ട് 0.91. അപ്പോൾ നമ്മൾ ഈ തന്നിരിക്കുന്ന ഡേറ്റ അവിടെ കുറിച്ചെങ്കിൽ മാത്രമേ 250 kW ജനറേറ്റർ എന്ന് ഹെഡിങ് എഴുതിയിട്ട് അതിനെന്തൊക്കെ ഡേറ്റ തന്നിട്ടുണ്ട് എന്നെങ്കിൽ മാത്രമേ നമ്മൾ ഏത് ഫോർമുല അപ്ലൈ ചെയ്തും ഇത് മുന്നോട്ട് പോകണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സ്കാറ്റേഡ് ആയിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയും കിടന്നാൽ നമുക്കത് ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് നിങ്ങൾക്ക്. അപ്പോൾ അത് ആർമേച്ചർ പവർ ഡെവലപ്ഡ് ഈസ് ഈക്വൽ ടു 275. സ്പീഡ് ഇത് ആദ്യത്തെ മെഷീൻ 250 kW മെഷീൻ ആകുമ്പോൾ അതിൻ്റെ RPM 600 ആണ്. 600 ബൈ 60 അപ്പോൾ 10 RPS. അപ്പോൾ ഔട്ട്പുട്ട് കോയഫിഷ്യൻ്റ് നമുക്ക് കണ്ടുപിടിക്കാം. ഔട്ട്പുട്ട് കോയഫിഷ്യൻ്റ് C0 സമം PA ഡിവൈഡഡ് ബൈ D² LN അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. കാരണം ഡേറ്റ ഡിയും എല്ലും തന്നിട്ടുണ്ട്. അവിടെ സാധാരണ അതിൽ നമ്മൾ C0 കണ്ടുപിടിക്കുന്ന യൂഷ്വലി വിൽ ബി ഗിവൺ ദിസ് B ആവറേജ് ആൻഡ് AC. ഇവിടെ അങ്ങനെയല്ല, അതിൻ്റെ ഡയമെൻഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് C0 കണ്ടുപിടിക്കാം. ഇപ്പോൾ സാധാരണ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഔട്ട്പുട്ട് കോയഫിഷ്യൻ നമ്മൾ കണ്ടുപിടിക്കും. അങ്ങനെയാണല്ലോ നമ്മൾ ഇത്തരം പ്രോബ്ലത്തിലൊക്കെ ചെയ്തുള്ള സിംഗ്രണസ് മെഷീനിലും ഇൻഡക്ഷൻ മെഷീനിലും. അപ്പോൾ ഔട്ട്പുട്ട് കോയഫിഷ്യൻ നമ്മൾ കണ്ടുപിടിക്കുന്നു. ഔട്ട്പുട്ട് കോയഫിഷ്യൻ ഈസ് PA ഡിവൈഡഡ് ബൈ D² LN. കാരണം PA എന്ന് പറയുന്നത് C0 D² LN. അപ്പോൾ അതിൽ നിന്ന് തന്നിരിക്കുന്ന ഡിയും എല്ലും എന്നും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതിൽ നിന്ന് നമുക്ക് ഫ്രം ദിസ് വി ഗെറ്റ് C0 ഈക്വൽ ടു 163. C0 ഈക്വൽ ടു 163. ഇനി നമ്മൾ ജനറേറ്റർ വോൾട്ടേജ് കണ്ടുപിടിക്കും. ജനറേറ്റർ വോൾട്ടേജ് ഈക്വൽ ടു V + IARA ആണല്ലോ. ജനറേറ്ററുടെ കാര്യത്തിൽ ദ ആർമേച്ചർ ദ ജനറേറ്റഡ് EMF ഇസ് ഈക്വൽ ടു V + IARA. V എന്ന് പറയുന്നത് ഇവിടെ 500 വോൾട്ട്സ് ജനറേറ്റർ ആകുമ്പോൾ E ഈസ് ഈക്വൽ ടു ജനറേറ്റർ വോൾട്ടേജ് ഈക്വൽ ടു V + IARA. അത് കഴിഞ്ഞ് ബാക്കിയുള്ളതേ പുറത്ത് കിട്ടുള്ളൂ. പുറത്ത് കിട്ടുന്ന വോൾട്ടേജാണ് V. അപ്പം V എന്ന് പറഞ്ഞാൽ E - IARA. അപ്പോൾ അതിനകത്ത് കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ഇനി ഇവിടെ IARA ഡ്രോപ്പ് ദി വോൾട്ടേജ് ഡ്രോപ്പ് ദ ഇൻറ്റേർണൽ വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് 4% ഓഫ് ദി റേറ്റഡ് വോൾട്ടേജ് എന്ന് പറയുന്നുണ്ട് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ 500 + 0.04 × 520 വോൾട്ട്സ് എന്ന് കിട്ടും. ഇത് നമ്മൾ എന്ത് ചെയ്യും? E ഈസ് ഈക്വൽ ടു 500/60 × P/A. ക്യാപിറ്റൽ N ആണെങ്കിൽ N/60. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. ഇൻഡ്യൂസ്ഡ് EMF ഇസ് ഈക്വൽ ടു, അപ്പോൾ ഇവിടെ ലാപ്പ് കണക്റ്റഡ് ആയതുകൊണ്ട് ഇസ് A ഈക്വൽ ടു P.
അപ്പം അതുപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കും? നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് കണ്ടുപിടിക്കുന്ന പുറപ്പാടില്ല നമ്മൾ. നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഫ്ലക്സ് കണ്ടുപിടിക്കാം. ഇ ഈസ് ഈക്വൽ ടു ഫൈ ഈസ് ഈക്വൽ ടു ഇ ബൈ ഇസഡ് എൻ എന്ന് ചുരുക്കത്തിൽ അത് വരും. ഇസ് പി ഈക്വൽ ടു എ. സോ ഇ ഈസ് ഈക്വൽ ടു ഫൈ ഈസ് ഈക്വൽ ടു ഇ ബൈ ഇസഡ് എൻ. അപ്പം ഇസഡ് എൻ എന്ന ഫോർമുലയുടെ ഫൈക്ക് പകരം ഇ ബൈ ഇസഡ് എൻ അത് കണ്ടുപിടിച്ചിട്ടില്ല, ആക്ച്വലി കണ്ടുപിടിക്കുക. ഇനി ബി ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഫൈ ഡിവൈഡഡ് ബൈ പൈ ഡി എൽ ബൈ പി, അല്ലെങ്കിൽ ബി ആവറേജ് ഇൻറ്റു പൈ ഡി എൽ ബൈ പി എന്ന് പറയുന്ന ഫ്ലക്സ് പെർ പോൾ. അപ്പം ബി ആവറേജ് ഇൻറ്റു പൈ ഡി എൽ ബൈ പി ആണ് ഫ്ലക്സ് പെർ പോൾ, ഈ ഫൈ. സോ ബി ആവറേജ് ഈസ് ഈക്വൽ ടു ഫ്ലക്സ് പെർ പോൾ ഡിവൈഡഡ് ബൈ പൈ ഡി എൽ ബൈ പി. ആ ഫ്ലക്സ് എന്ന് പറയുന്നത് ഇ ബൈ ഇസഡ് എൻ. സോ ഇൻസ്റ്റെഡ് ഓഫ് ഫ്ലക്സ് വി സബ്സ്റ്റിറ്റ്യൂട്ട് ഇ ബൈ ഇസഡ് എൻ. അപ്പോൾ ഇ ബൈ ഇസഡ് എൻ എല്ലാത്തിൻ്റെയും വാല്യൂസ് അറിയാം. ഇസഡ് എന്ന് പറഞ്ഞാൽ 720 കണ്ടക്ടേഴ്സ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. ദ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ആർമച്ചർ ഹാസ് 720 കണ്ടക്ടേഴ്സ്. അപ്പം സോ we got B average as specific magnetic loading as 0.613 Weber per meter square. അപ്പോൾ അതിൻ്റെ ബി ആവറേജ് കണ്ടുപിടിച്ചു. അപ്പോൾ ഇന്നിപ്പോൾ 350 kW ജനറേറ്റർ ആണെന്നുണ്ടെങ്കിൽ 350 kW ജനറേറ്ററാണ് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത്. പവർ ഡെവലപ്ഡ് ബൈ 350 kW. സെയിം എഫിഷ്യൻസി തന്നെ നമുക്ക് എടുക്കാം, വേറെ എഫിഷ്യൻസി തന്നിട്ടില്ല. അപ്പം ഈ രണ്ടാമത്തെ മെഷീനും നമ്മൾ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ പോകുന്ന ഈ 350 kW ജനറേറ്ററിനും എഫിഷ്യൻസി സെയിം ആണെന്ന് എടുക്കുന്നു. അപ്പോൾ പവർ ഡെവലപ്ഡ് ബൈ ആർമച്ചർ ഓഫ് ദിസ് ജനറേറ്റർ ഈസ് പി ബൈ എഫിഷ്യൻസി 350 ഡിവൈഡ് ബൈ 0.91. അപ്പോൾ അത് പി എ ഈക്വൽ ടു 384.6. സ്പീഡ് എൻ ഈക്വൽ ടു 720 by 60 12 RPS. ഡി സ്ക്വയർ എൽ സമം പി എ ഡിവൈഡ് ബൈ C0 N. അപ്പോൾ അത് C0 will be the same. C0 is 163. നേരത്തെ കണ്ടുപിടിച്ച C0 തന്നെ. എന്നാൽ അതിനകത്ത് C0 എന്ന് പറയുന്നത് പൈ സ്ക്വയർ ബി ആവറേജ് AC ഇൻറ്റു 10⁻³ അപ്പോൾ അതിനകത്ത് അതൊന്നും വ്യത്യാസമില്ല. അപ്പോൾ അതുകൊണ്ട് യു ക്യാൻ യൂസ് ദ സെയിം C0 ഈസ് 163 നേരത്തെ കണ്ടുപിടിച്ചത്. അപ്പം ഡി സ്ക്വയർ എൽ നമുക്ക് കണ്ടുപിടിക്കാം ഈസ് 0.1966 meter cube. C0 is the same as for 250 kW. For a square pole phase, അപ്പോൾ ഈ പോയിൻറ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം എവിടെയൊക്കെയാണെന്ന്. നമ്മൾ ഇൻഡക്ഷൻ മോട്ടറിലും സിംഗർണസ് മെഷീനിലും ഒക്കെ ചെയ്ത മാതിരിയുള്ള ഒരു പ്രോബ്ലമാണത് മെയിൻ ഡയമെൻഷൻസിൻ്റെ കാര്യത്തിൽ. ഇനി ഫോർ എ സ്ക്വയർ പോൾ ഫേസ് പോൾ ആർക്ക് ഈക്വൽ ടു പോൾ ലെങ്ത് എന്നെങ്കിലേ പോൾ ഫേസ് സ്ക്വയർ എന്ന് പറയാനൊക്കെ ഉള്ളൂ. അപ്പോൾ പക്ഷേ ഈ റേഷ്യോ തന്നിട്ടുണ്ട്. വി ഹാവ് പോൾ ആർക്ക് ബൈ പോൾ പിച്ച് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. Pole arc by pole pitch. The ratio of pole arc to pole pitch is 0.66. അപ്പം ഈ റേഷ്യോ പോൾ ആർക്ക് സ്ക്വയർ പോൾ ഫേസ് ആയതുകൊണ്ട് ഓൾവേസ് എൽ വിൽ ബി ഈക്വൽ ടു ദ പോൾ ആർക്ക്. അപ്പോൾ പോൾ ആർക്ക് ബൈ പോൾ പിച്ച് എന്നുള്ളത് 0.66. പോൾ ആർക്ക് സമം ദ ലെങ്ത് എൽ ബൈ ടോ ഈക്വൽ ടു 0.66. അപ്പോൾ നമുക്ക് റിലേഷൻ കിട്ടി. ടോ എന്ന് പറയുന്ന പൈ ഡി ബൈ പി ആണ്. So L is equal to 0.66 into pi d by p is 0.3456 d. അപ്പോൾ ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഡി സ്ക്വയർ എല്ലിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡി സ്ക്വയർ എൽ എന്ന് പറയുന്നത് 0.1966 ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഡി സ്ക്വയർ ഇൻറ്റു എൽ എന്ന് പറയുന്ന 0.3456 d is equal to 0.1966 and from which we can find out d equal to cube root of 0.1966 divided by 0.3456 equal to 0.83. നിങ്ങളിതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. നോക്കുക. Now ഫ്ലക്സ് പെർ പോൾ ഫ്ലക്സ് പെർ പോൾ വ്യത്യാസമായിരിക്കും. കാരണം ഇത് മാത്രമേ സെയിം ആയിരിക്കുള്ളൂ. ബി ആവറേജ് ബി ആവറേജ് ഇൻറ്റു പൈ ഡി എൽ ബൈ പി ഇവിടെ. അപ്പം ബി ആവറേജ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തെടുത്തത് സി ദ വൺ വിച്ച് വി ഫൗണ്ട് വി കാൽക്കുലേറ്റഡ് ബിഫോർ ഈസ് 0.613. ആ ബി ആവറേജ് തന്നെ നമ്മൾ ഉപയോഗിക്കും. പക്ഷേ ഫ്ലക്സ് വ്യത്യസ്തമായിരിക്കും. കാരണം
എന്തുകൊണ്ടാണ്? കാരണം ഇവിടെ ഫ്ലക്സ് വ്യത്യാസമായിരിക്കും, സ്പീഡ് വ്യത്യാസമാണ്, നമ്പർ ഓഫ് പോൾസ് വ്യത്യാസമായിരിക്കും. അപ്പം ഇവിടെ ഇറ്റ്സ് എ 6 പോൾ മെഷീൻ. നമുക്ക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലക്സ് പെർ പോൾ ഈസ് ബി ആവറേജ് ഇൻറ്റു പൈ ഡി എൽ ബൈ പി. അപ്പോൾ അവിടെ ബി ആവറേജ് 0.613 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പൈ ഡി എൽ, ഡിയും എല്ലും നമ്മൾ കണ്ടുപിടിച്ച വാല്യൂസ് ഈ മെഷീൻ്റെ 350 kW മെഷീൻ്റെ. സോ യു ഗെറ്റ് ഫ്ലക്സ് പെർ പോൾ ഈസ് 0.773 വെബ്. ഇത് നമ്മളിനി ഉപയോഗിക്കും. നൗ ദ ജനറേറ്റർ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ദ റേറ്റിംഗ് വി പ്ലസ് IARA. വി എന്ന് പറഞ്ഞാൽ 440 വോൾട്ടാണ് അതിൻ്റെ റേറ്റിംഗ് ഓഫ് എ 440 വോൾട്ട് മെഷീനാണ്. 350 kW 440 വോൾട്ട് 720 RPM 6 പോൾ DC ജനറേറ്ററായി. ഇതാണ് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ട മെഷീൻ, 440 വോൾട്ട്. സോ വി ഈസ് ഈക്വൽ ടു, അതിനകത്ത് വി ഈസ് ഈക്വൽ ടു 440 വോൾട്ട് പ്ലസ് IARA എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ 4% ഓഫ് ദ റേറ്റഡ് വോൾട്ടേജ്. അപ്പം 0.04 ഇൻറ്റു വി, ഫ്രം വിച്ച് we get E equal to 457.6 volts. 457.6 volts. ഇനി ഇവിടെ ആർമച്ചർ കണ്ടക്ടേഴ്സ് കണ്ടുപിടിക്കാം. സോ നമ്പർ ഓഫ് ആർമച്ചർ കണ്ടക്ടേഴ്സ് ഈസ് ദിസ് ജനറേറ്റഡ് EMF ഡിവൈഡഡ് ബൈ phi n. E is equal to 5Zn/60 into P by A. ലാപ്പ് കണക്റ്റഡ് മെഷീനാണ്. സോ A equal to P for ലാപ്പ് കണക്റ്റഡ്. അപ്പോൾ E ഡിവൈഡഡ് ബൈ 5 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, 5 by n. അപ്പോൾ E by 5 by n. അപ്പോൾ Z ഈക്വൽ ടു 493 എന്ന് വരുന്നത്. ആസ് പെർ ദിസ് ഫോമുല E ഈസ് ഈക്വൽ ടു 493. അപ്പോൾ നമ്പർ ഓഫ് സ്ലോട്ട്സ് എത്ര നമ്പർ ഓഫ് കണ്ടക്ടേഴ്സാണ് 493. ദ സ്ലോട്ട് പിച്ച് വേരീസ് ഫ്രം 25 mm to 35 mm, നമ്മുടെ ഫസ്റ്റ് ഗൈഡിങ് ഫാക്ടർ. ഹെൻസ് ദ നമ്പർ ഓഫ് സ്ലോട്ട്സ് വേരീസ് ഫ്രം പൈ ഡി, എത്ര mm എന്നുള്ളത് നോക്കണം. അപ്പം അല്ലെ സെൻറ്റിമീറ്റർ, അപ്പോൾ mm ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 25 mm to 35 mm. സോ ദ നമ്പർ ഓഫ് സ്ലോട്ട്സ് വിൽ ബി പൈ ഡി ബൈ ആ സ്ലോട്ട് പിച്ച്. 35 mm എടുക്കുമ്പോൾ പൈ ഡി എന്ന് പറഞ്ഞാൽ 0.83 മീറ്റർ ആണ്. 0.83 മീറ്റർ വെൻ കൺവേർട്ടഡ് ടു മില്ലിമീറ്റേഴ്സ് വി ഗെറ്റ് 830 millimeter. അപ്പം ഡി ഇൻ മില്ലിമീറ്റർ ഈസ് 830. അപ്പം പൈ ഇൻറ്റു 830 ഡിവൈഡഡ് ബൈ 35 mm. അപ്പോൾ 75 സ്ലോട്ട്സ് ആകാം. അതല്ല സ്ലോട്ട് പിച്ച് നമ്മൾ 25 എടുക്കുകയാണെങ്കിൽ കൂടുതൽ വരും, പൈ ഡി ബൈ 25, 104. അപ്പോൾ ദ നമ്പർ ഓഫ് സ്ലോട്ട്സ്, ദ സ്ലോട്ട്സ് പെർ പോൾ ഷുഡ് ലൈ ബിറ്റ്വീൻ 9 and 16. വേറൊരു ഗൈഡിങ് ഫാക്ടർ ഉണ്ട് ഫോർ പ്രോപ്പർ കമ്മ്യൂട്ടേഷൻ. നമ്മൾ സ്ലോട്ട് പിച്ച് ക്രൈറ്റീരിയ വെച്ചെടുക്കുമ്പോൾ 75-നും 104-നും ഇടയ്ക്ക് സ്ലോട്ട്സ് ഉണ്ടാകണം. ഈ കമ്മ്യൂട്ടേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിലെ സ്ലോട്ട്സ് പെർ പോൾ, ഒരു പോളിൻ്റെ അണ്ടറിൽ വരുന്ന സ്ലോട്ട്സ് ഇറ്റ് ഷുഡ് ബി ബിറ്റ്വീൻ 9 and 16 ഫോർ പ്രോപ്പർ കമ്മ്യൂട്ടേഷൻ. ദെർഫോർ ദ നമ്പർ ഓഫ് സ്ലോട്ട്സ് ലൈസ് ബിറ്റ്വീൻ, അപ്പോൾ എത്രയായിരിക്കണം? സ്ലോട്ട്സ് പെർ പോളാണ് 9-നും 16-നും. അപ്പോൾ എത്ര പോളുണ്ട് ഇവിടെ? ഇവിടെ നമ്പർ ഓഫ് പോൾസ് ഇസ് 6. സോ the number of slots lies between, from this point of view, it is advisable to provide slots per pole between 9 into 6. 6 poles are. ഒരു പോളിൻ്റെ അടിയിൽ 9. അപ്പോൾ 96, 54 ഗുണം 16 എന്നും പറഞ്ഞെടുക്കുകയാണെങ്കിൽ 16 ഗുണം 6, 96. അപ്പോൾ 54 ആൻഡ് ബിറ്റ്വീൻ 54 and 96. ഇനി കമ്പൈനിങ് സ്റ്റെപ്സ് 1 and 2, ഇത് രണ്ടും കൂടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ 75-നും 104-നും ഇടയ്ക്ക് ആകാവുന്ന നമ്മൾ സ്ലോട്ട് പിച്ച് ക്രൈറ്റീരിയ വെച്ച് കണ്ടുപിടിച്ചു. അപ്പോൾ ഈ സ്ലോട്ട് പിച്ച് ആ ലിമിറ്റിനപ്പുറം പോകത്തില്ല. നമ്മുടെ മറ്റൊരു സംഗതി, സ്ലോട്ട്സ് പെർ പോൾ ക്രൈറ്റീരിയ വെച്ചെടുക്കുമ്പോൾ 54-നും 96-നും ഇടയ്ക്ക് ആകണം. അപ്പോൾ കമ്പൈനിങ് സ്റ്റെപ്സ് 1 and 2 ഇത് രണ്ടും ഒരേപോലെ സാറ്റിസ്ഫൈഡ് ആകണമെന്നുണ്ടെങ്കിൽ 75-നും combining slots steps 1 and 2, the range of slots should lie between 75 and 96. ഈ 75-നും 96-നും ഇടയ്ക്ക് നമ്പർ ഓഫ് സ്ലോട്ട്സ് ആയിക്കഴിഞ്ഞാൽ ദ സ്ലോട്ട് പിച്ച് ക്രൈറ്റീരിയ ആസ് വെൽ ആസ് ദി സ്ലോട്ട്സ് പെർ പോൾ ക്രൈറ്റീരിയ വിൽ ബി സൈമിൾട്ടേനിയസ്ലി സാറ്റിസ്ഫൈഡ്. അപ്പം 75-നും 104-നും ഇടയ്ക്കായിരിക്കണം സ്ലോട്ട് പിച്ച് വെച്ച് നോക്കുമ്പോൾ
സ്ലോട്ട്സ് ഫോർ പോൾ ക്രൈറ്റീരിയ വെച്ച് നോക്കുമ്പോൾ 54-നും 96-നും ഇടയിലായിരിക്കണം. അപ്പോൾ ഇത് രണ്ടും ഒരേപോലെ സാറ്റിസ്ഫൈഡ് ആകണമെന്നുണ്ടെങ്കിൽ, സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ദി നമ്പർ ഓഫ് സ്ലോട്ട് ഷുഡ് ലൈ ബിറ്റ്വീൻ 75 and 96 ഇതിനിടയിലായിരിക്കണം. അപ്പോൾ അതൊരു നാരോ റേഞ്ചിലേക്ക് വന്നു. അപ്പോൾ 75-നും 96-നും ഇടയിലായിരിക്കണം. ഇനി അടുത്ത പോയിൻ്റ്, നെക്സ്റ്റ് പോയിൻ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് ലാപ്പ് വൈൻഡിങ് ദ നമ്പർ ഓഫ് സ്ലോട്ട്സ് ഹാസ് ടു ബി എ മൾട്ടിപ്പിൾ ഓഫ് ദ പെയർ ഓഫ് പോൾസ്. അത് ലാപ്പ് വൈൻഡിങ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗൈഡിങ് ഫാക്ടർ വെച്ച് ആ ക്രൈറ്റീരിയ വെച്ച് ലാപ്പ് വൈൻഡിങ്ങിൻ്റെ കാര്യത്തിൽ വൈൻഡിങ് പോസിബിൾ ആണെങ്കിൽ നമ്പർ ഓഫ് സ്ലോട്ട്സ് എന്ന് പറയുന്നത് പോൾ പെയറിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അപ്പോൾ ഹിയർ ദ നമ്പർ ഓഫ് പോൾസ് ഇസ് 6 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പോൾ പെയർസ് ഈക്വൽ ടു ദാറ്റ് ഈസ് 3. ദ പോൾ പെയർ 3 ജോഡി പോൾസ് ആണുള്ളത്, 3 ജോഡി. സോ നമ്പർ ഓഫ് പോൾ പെയർ ഈസ് 3. അപ്പോൾ ഈ നമ്പർ ഓഫ് സ്ലോട്ട്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ടു എ മൾട്ടിപ്പിൾ ഓഫ് 3. അപ്പോൾ ഇതിനകത്ത് 75-നും 96-നും ഇടയ്ക്കുള്ള 3യുടെ മൾട്ടിപ്പിൾ. സോ ഫ്രം ദിസ് പോയിൻ്റ് ഓഫ് വ്യൂ ദ നമ്പർ ഓഫ് സ്ലോട്ട്സ് ഇസ് ഈക്വൽ ടു 75, ക്യാൻ ബി 75 ആകാം. പിന്നെ അത് കഴിഞ്ഞ് 3ൻ്റെ മൾട്ടിപ്പിൾ 75 ആകാം, പിന്നെ 78 ആകാം, 81 ആകാം, 84 ആകാം, 87 ആകാം, 90 ആകാം, 93 ആകാം, 96 ആകാം. ഈ സ്ലോട്ട്സ്, നമ്പർ ഓഫ് സ്ലോട്ട്സ് ഇത് ഏത് നമ്പറായിരുന്നാലും ലാപ്പ് വൈൻഡിങ് ഇവിടെ പോസിബിളാണ് 6 പോളിന്. പക്ഷേ ഇനി ഒരു ക്രൈറ്റീരിയ കൂടിയുണ്ട്. സോ വാട്ട് ഇസ് ദ നെക്സ്റ്റ്? ദ സ്ലോട്ട്സ് പെർ പോൾ ആർക്ക്, ഒരു പോളാർക്കിൽ വരുന്ന സ്ലോട്ട്സ് ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റിജർ പ്ലസ് ഹാഫ്. അപ്പോൾ നമ്മൾ ഓരോന്നിനും യു പ്രിപ്പയർ എ ടാബുലേഷൻ ലൈക്ക് ദിസ്. 75 സ്ലോട്ടാണെങ്കിൽ നേരത്തെ കാണിച്ച ഈ 75 സ്ലോട്ടാണെങ്കിൽ, 78 സ്ലോട്ടാണെങ്കിൽ 81, അങ്ങനെ ഈ പല നമ്പർ ഓഫ് സ്ലോട്ട്സ് നമ്മൾ എടുക്കുമ്പോൾ പ്രിപ്പയർ എ ടേബിൾ ലൈക്ക് ദിസ് വിത്ത് നമ്പർ ഓഫ് സ്ലോട്ട്സ് എസ് with 75, 78, 81, 82 up to 96. And for each of this we have to find out the slots per pole arc. ഒരു പോളാർക്കിൽ വരുന്ന സ്ലോട്ട്സ്, ഒരു പോളാർക്കിൽ വരുന്ന സ്ലോട്ട്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സ്ലോട്ട്സ് പെർ പോൾ ഇൻറ്റു പോളാർക്ക് ബൈ പോൾ പിച്ച്. അപ്പം 75 ഡിവൈഡഡ് ബൈ 75 എടുക്കുമ്പോൾ സ്ലോട്ട്സ് പെർ പോൾ 75/6 ഇൻറ്റു പോളാർക്ക് ബൈ പോൾ പിച്ച് നമ്മളിവിടെ 0.66 എന്നും പറഞ്ഞ റേഷ്യോ എടുക്കുന്നത്. അപ്പോൾ 75/6 ഇൻറ്റു 0.66 ഇങ്ങനെ കണ്ടുപിടിക്കുക. 78 ആകുമ്പോൾ ദിസ് വിൽ ബി 78/6 ഇൻറ്റു 0.66, 8.58. 81 ആകുമ്പോൾ 81/6 ഇൻറ്റു 0.6. Likewise, for each of these number of slots, find out the slots per pole arc. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും 8.25, 8.58, 9.57, ഇവിടെ ഇതൊക്കെ കഴിഞ്ഞ് 10.56. അത് നമ്മുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സ്ലോട്ട്സ് പെർ പോൾ ആർക്ക് ഈസ് ഈക്വൽ ടു ഇൻറ്റിജർ പ്ലസ് ഹാഫ്. അപ്പം ഇത് നമുക്ക് 0.58 എന്നുള്ളത് ഹാഫായിട്ട് എടുക്കാം. ഇൻറ്റിജർ പ്ലസ് ഹാഫ് എന്നുള്ള ഇതൊരെണ്ണം അതിനടുത്ത് വരുന്നതാണ്. ഇത് 9.57 എന്ന് പറയുന്നത് ആ വാല്യൂ ഇൻറ്റിജർ പ്ലസ് ഹാഫ് ട്രങ്കേറ്റിംഗ് ദി 7 അങ്ങ് എടുത്ത് കളയുകയാണെങ്കിൽ 10.56 അതും ഇറ്റ് ഈസ് എൻ ഇൻറ്റിജർ പ്ലസ് ഹാഫ്. അപ്പോൾ ഈ 3 സ്ലോട്ടും അക്സെപ്റ്റബിളാണ്. 78, 87, 96. ഇത് നമുക്ക് ഹെൻസ് 78, 87 and 96 നമ്പർ ഓഫ് സ്ലോട്ട്സ് ആർ പോസിബിൾ നമ്പേഴ്സ് കണ്ടുപിടിച്ചു. പിന്നെ അടുത്ത ക്രൈറ്റീരിയ സ്ലോട്ട് ലോഡിങ്. അപ്പോൾ നമുക്ക് കുറഞ്ഞ സ്ലോട്ട്സ് വെച്ചെടുക്കാം. ആദ്യം നമ്മൾ കുറഞ്ഞ സ്ലോട്ട്സ് വെച്ച് ട്രൈ ചെയ്യാം. നമ്മൾ ആർമേച്ചർ കറണ്ട് ഔട്ട്പുട്ട് പവർ ബൈ വി ജനറേറ്ററാണ് ആർമേച്ചർ കറണ്ട്. അപ്പോൾ നെഗ്ലക്റ്റിംഗ് ദ ഫീൽഡ് കറണ്ട് നെഗ്ലക്റ്റ് ചെയ്യുക. ഇവിടെ ഫീൽഡ് കറണ്ടിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ P/V ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 350 kW മെഷീനാണ് ഇവിടെ. ഈ മെഷീൻ 350 kW മെഷീനെ കുറിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. 350 kW മെഷീൻ ആണല്ലോ ചെയ്തു വരുന്നത്, ആ ഭാഗമാണ്. അപ്പം വാട്ട് ഈസ് ദി ആർമേച്ചർ കറണ്ട് വിൽ ബി P/V 350 × 10⁻³ ഡിവൈഡ് ബൈ 440 വോൾട്ട് മെഷീൻ 745 ആംപിയർ എന്ന് വരും. കണ്ടക്ടർ കറണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ലാപ്പ് വൈൻഡിങ് ആകുമ്പോൾ ഒരു കണ്ടക്ടറിൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പാരലൽ പാത്തിൽ കൂടെ പോകുന്ന കറണ്ടാണ്. ദ കറണ്ട് ത്രൂ ഈച്ച് കണ്ടക്ടർ ഈസ് IZ. കണ്ടക്ടർ കറണ്ട് IZ ഈസ്
ഒരു പാരലൽ പാത്തിൽ കൂടെ പോകുന്ന കറണ്ടാണ്. അപ്പോൾ 795 ഈസ് ദ ടോട്ടൽ കറണ്ട്. സോ ദ കറണ്ട് പെർ പാരലൽ പാത്ത് ഈസ് 795 ഡിവൈഡഡ് ബൈ 6. അപ്പോൾ നമുക്ക് 132.5 എന്ന് കിട്ടും. വെൻ എസ് ഈസ് ഈക്വൽ ടു 78, ആദ്യത്തെ നമ്പർ ഓഫ് സ്ലോട്ട്സ് 78 ആകുമ്പോൾ, വെൻ ദ നമ്പർ ഓഫ് സ്ലോട്ട്സ് ഇസ് 78, നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് പെർ സ്ലോട്ട്, ഒരു സ്ലോട്ടിൽ വരുന്ന കണ്ടക്ടേഴ്സ് 493/78 ഈസ് 6.32. അപ്പോൾ 6.32 എന്ന് വരും. നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് പെർ സ്ലോട്ട് ഹാസ് ടു ബി ആൻ ഈവൻ ഇൻറ്റിജർ. ലാപ്പ് വൈൻഡിങ്ങിൽ സാധാരണയായിട്ട് നമ്മൾ പോകുന്നത് ഡബിൾ ലെയർ വൈൻഡിങ്ങാണ്. ഇൻ ദ കേസ് ഓഫ് എ ലാപ്പ് വൈൻഡിങ് വി നോർമലി ഗോ ഫോർ ഡബിൾ ലെയർ വൈൻഡിങ്. ഡബിൾ ലെയർ വൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഒരു സ്ലോട്ടിൽ തന്നെ 2 ലെയറായിട്ട് ഈ വൈൻഡിങ് വെക്കുക. മുകളിലൊരു ലെയർ, അപ്പർ ലെയർ ആൻഡ് ബോട്ടം ലെയർ. അപ്പോൾ അത് ഈക്വൽ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പർ വരണം. ദ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ഷുഡ് ബി ഈവൻ. അപ്പോൾ 6 പറ്റുള്ളൂ. 6.32 എടുക്കേണ്ട, 6 എടുത്താൽ മതി. സോ ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് വിൽ ബി, അങ്ങനെയാകുമ്പോൾ ഒരു സ്ലോട്ടിൽ വരുന്ന കണ്ടക്ടേഴ്സ് മൊത്തം സ്ലോട്ടിൽ ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് 78 × 6 468. ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് എത്രയും വരും. സ്ലോട്ട് ലോഡിങ് ഈസ് IZ ഇൻറ്റു നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് പെർ സ്ലോട്ട്. ഒരു സ്ലോട്ടിൽ വരുന്ന സ്ലോട്ട് ലോഡിങ് ആംബിയർ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടക്ടറിൽ കൂടെ പോകുന്ന കറണ്ട് ദാറ്റ് ഈസ് 132.5 IZ ഇൻറ്റു കണ്ടക്ടേഴ്സ് പെർ സ്ലോട്ട്, അത് ഇൻറ്റു 6. അപ്പോൾ അത് നമുക്ക് 795 ആംബിയേഴ്സ് എന്ന് വരും. നമ്മുടെ സ്റ്റിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ദിസ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 1500. ഇത് 1500 താഴെ ആയിരിക്കണമെന്നാണ്. So this is acceptable. Number of slots equal to 78 is acceptable. 78 slots acceptable. അങ്ങനെ ആകുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് എത്ര വരും? 78 × 6 468. സോ ദാറ്റ് ഈസ് ദി ആൻസർ. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പം ബാക്കിയുള്ള മെയിൻ ഡയമെൻഷൻസും എല്ലാം കണ്ടുപിടിച്ചു ഈ മെഷീൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇങ്ങനെയാണ് ആ രീതിയിലുള്ള പ്രോബ്ലംസൊക്കെ ചെയ്യുന്നത്. We'll deal some more problems in the next lesson. Okay.